നമുക്കിന്നൊരു ഈവനിങ് വ്ലോഗ് കണ്ടാലോ? ഞാൻ സമയം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 4 മണി 5 മണി ആയിട്ടുണ്ടെന്ന് തോന്നേ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ചായ വെക്കാം കേട്ടോ. ചായയൊക്കെ വെച്ചിട്ട് വേണം വൈകുന്നേരത്തെ പരിപാടികളിലേക്ക് കടക്കാൻ, ചായ കുടിച്ചിട്ടോ. അപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത് റോസുവിനോടാണ് കേട്ടോ. റോസുമ്മ താഴെ വന്ന് നിൽക്കുന്നുണ്ട് എൻ്റെ കൂടെ. അവിടെയാണ് നമ്മുടെ കൊട്ട വെച്ചേക്കുന്നത്. അപ്പോൾ ആ കംപ്ലീറ്റ് ഉള്ളിയും സബോളയൊക്കെ എടുത്തിട്ട് കളിക്കാൻ വേണ്ടിയിട്ടോ അവിടെ വന്ന് നിൽക്കുന്നത്. ഉള്ളി സബോളയും കളിക്കൽ മാത്രമല്ല, കുറച്ച് തിന്നുകയും ചെയ്യും കേട്ടോ റോസു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ താഴെ വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ കംപ്ലീറ്റ് എടുത്ത് നിരത്തിയിടും. റോസുവിന് കളിക്കാൻ കളിപ്പാട്ടത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ശരിക്കും റോസുവിന് ഈ കുപ്പിയും പാട്ടയും ഈ ഉള്ളിയും സബോളയൊക്കെ മതി കേട്ടോ. അതുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ കളി കൂടിയപ്പോൾ ഞാൻ വേഗം ആളെ എടുത്ത കേട്ടോ കയ്യിൽ. കാരണം തിന്നാൻ തുടങ്ങി കിഴങ്ങൊക്കെ എടുത്ത് കൈ പിടിച്ചപ്പോൾ ഇതേ പഞ്ചസാരയൊക്കെ ഇടുന്ന പാത്രം വേണം കേട്ടോ. ഇതാണ് റോസിൻ്റെ മെയിൻ പരിപാടി കണ്ടോ. ഈ ഉള്ളിക്കൊട്ടയിൽ പിടിച്ച് ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും മോള് നിന്നോളും, ഉള്ളി സബോളയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടേ. പിന്നെ അതേ വേഗം പാല് തിളച്ചപ്പോൾ ഞാനതിൽ പൊടിയും പിന്നെ പഞ്ചസാരയൊക്കെ എടുത്ത് ഇട്ടിട്ട് ചായ ആക്കിയിട്ടോ വേഗം. എന്നിട്ട് ഞാൻ പിന്നെ പുറത്തേക്കൊന്ന് വെറുതെ നോക്കുമ്പോൾ ദേ നല്ല മഴക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് തുണികൾ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നേ. ഞാനത് വേഗം പോയി എടുത്തു കേട്ടോ. ഇതാണ് നമ്മുടെ വീട്ടിലെ പാപ്പപാത്രം. പാപ്പങ്ങൾ സ്റ്റോർ ചെയ്യുന്ന പാത്രം കേട്ടോ, പാപ്പപാത്രം. ദേ റോസുമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം അച്ചുവിന് പോയി ചായ കൊടുത്തു കേട്ടോ. അമ്പൂട്ടിന് ചായ കൊടുക്കാൻ നോക്കുമ്പോൾ ദേ അമ്പൂട്ടൻ നല്ല ഉറക്കമായിട്ടോ കിടന്നിട്ട്. ഉറക്കം വന്നു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ കിടന്നുറങ്ങിക്കോളൂ. ചേട്ടൻ ചെറിയൊരു വർക്കിലാണ്. അപ്പോൾ ദേ ഈ റംബൂട്ടാൻ ചേച്ചിയൊക്കെ പുറത്ത് പോയിട്ട് വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണേ, നല്ല മധുരമുള്ളതാണ്. അങ്ങനെ ഞാനും റോസുമ്മയും കൂടി വേഗം പോയിട്ട് ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ ഞാൻ ചായ കുടിച്ച പാത്രമൊക്കെ വേഗം കഴുകി വെക്കുക കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പിള്ളേരെ കുളിപ്പിക്കാനായിട്ട്. അപ്പം തന്നെ ഞാൻ പോയിട്ട് പിള്ളേർക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടോ കുളിപ്പിക്കാനായിട്ടേ. ചെറുതായിട്ട് മഴക്കാലം ആയ പിന്നെ ഞാൻ ചൂടുവെള്ളത്തിലാട്ടോ കുളിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ നോർമൽ വെള്ളത്തിൽ തന്നെയാണ് പിള്ളേരെ കുളിപ്പിക്കാറ് കേട്ടോ. നമുക്ക് ഗ്യാസ് ഉണ്ടെങ്കിലും ഇപ്പോൾ ഗ്യാസ് കിട്ടലൊക്കെ ഭയങ്കര കുറവല്ലേ, അതുകൊണ്ട് കുറച്ചും കൂടി നമ്മൾ വിറകിലേക്ക് മാറി ചിന്തിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ വേഗം പോയി റോസപ്പനെ കുളിപ്പിച്ചു. ആ മാമ കുറച്ച് നേരം വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ, അതിൻ്റെ സ്നേഹപ്രകടനമാണ് ആ കാണുന്നത്. പിന്നെ ഞാൻ പോയി കുളിച്ച് കഴിഞ്ഞിട്ട് അമ്മൂട്ടൻ കുളിച്ചിട്ടില്ല കേട്ടോ. അമ്മൂട്ടൻ ഇനി അപ്പം കുളിപ്പിക്കും കേട്ടോ, കാരണം ഞാൻ ഓൾറെഡി കുളിച്ചല്ലോ. അങ്ങനെ ഞാൻ വേഗം പോയി രൂപത്തിൻ്റെ അവിടെ തിരിയൊക്കെ കത്തിച്ചു കേട്ടോ. ഇനി അമ്പൂട്ടൻ്റെയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാട്ടോ പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഞാൻ ഒരു ലിപ് ബാം തേക്കും കേട്ടോ. ലിപ് ബാം ഇടും, പിന്നെ ഒരു പൊട്ടും തൊടും. പിന്നെ ഞാൻ നമുക്ക് സ്മെല്ല് വരാനായിട്ടുള്ള സാധനമൊക്കെ ഞാൻ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ കുന്തിരിക്കം ഇടാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കുറേ നേരം പിള്ളേരൊക്കെ കൂടെ പോയിരുന്ന് കളിച്ചിട്ട് ചോറൊക്കെ ഉണ്ട്. പിന്നെയും കുറേ നേരമൊക്കെ കളിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങും കേട്ടോ.